ഈ സെഷനകത്ത് റാങ്ക് ആൻഡ് നള്ളിറ്റി നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ടൊരു തിയറം. ഇഫ് Ax equal to B is consistent linear system of m equation with n unknowns and if A has rank R, then the general solution of the system contains n minus R parameters. അപ്പോൾ നമുക്ക് ഇതെന്താ പറയണമെന്നുള്ള കാര്യം നോക്കാം. ഇപ്പോൾ പ്രൂഫ് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Ax equal to B എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണെന്നാണ്. അപ്പോൾ അത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. assume that Ax equal to B is consistent. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കോഫിഷ്യന്റ് മാട്രിക്സ് എ എന്ന് പറയുന്ന ആളെ കൊണ്ടുവരാൻ പറ്റും. ആ മാട്രിക്സിന്റെ ഓർഡർ എന്താണ്? m ഇക്വേഷൻസ് ആണുള്ളത്. അതിനകത്ത് n അൺനോൺസ് ആണ്, അതായത് m റോസും n കോളംസും. അതുപോലെ തന്നെ എയുടെ റാങ്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 6 ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താ കാണിക്കേണ്ടത്? ജനറൽ സൊല്യൂഷൻ, ഇതിന്റെ ജനറൽ സൊല്യൂഷനകത്ത് n-r പാരാമീറ്റേഴ്സ് ഉണ്ട് എന്നാണ് നമുക്ക് കാണിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? x എന്ന് പറയുന്ന ആളെ ഇതിന്റെ Ax equal to B എന്ന് പറയുന്ന ആളുടെ സൊല്യൂഷൻ ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? അതിനൊരു പെർട്ടിക്കുലർ സൊല്യൂഷൻ ഉണ്ടാവും. പെർട്ടിക്കുലർ സൊല്യൂഷൻ, അതിനെ നമ്മൾ x0 എന്ന് പറഞ്ഞ പേര് വിളിക്കും. പ്ലസ് അതിന്റെ കൂടെ എന്തുണ്ടാവും? ഒരു ജനറൽ സൊല്യൂഷൻ ഉണ്ടാവും. ആ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഹോമോജീനിയസ് പാർട്ടിന്റെ ജനറൽ സൊല്യൂഷൻ, അതായത് Ax equal to 0 എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന ആളെ കിട്ടുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു തിയറം ഉണ്ട്. എവിടെ നിന്നാണ് ഈ റിസൾട്ട് എടുത്തത്? If x0 is any solution of a consistent linear system Ax equal to B, and if S is equal to set V1, V2, etc. Vk is a basis for the null space of A, then every solution of Ax equal to B can be expressed in the form x equal to x0 plus C1 V1 plus C2 V2 etc. plus Ck Vk. Conversely, for all choices of scalars C1, C2 etc. Ck, the vector x in this formula is a solution of Ax equal to B. The vector x0 in the above formula is called particular solution of Ax equal to B, and the remaining part of the formula is called general solution of Ax equal to 0. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഭാഗം എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ x0 plus C1 V1 plus C2 V2 plus etc. plus Ck Vk. അപ്പൊ S എന്ന് പറയുന്ന ആള് V1 V2 etc. Vk എന്ന് പറയുന്നത് എന്താണ്? ബേസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ജനറലി മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്? ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്ന ആള് particular solution plus general solution of Ax equal to 0 എന്ന് പറയുന്ന ആളുടെയാണ്. ഇതാണ് നമ്മുടെ ഓർക്കേണ്ട കാര്യം. ആ തിയറത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം. ഇനി അടുത്ത വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും ഉണ്ട്. ഇതിനകത്ത് പാരാമീറ്റർ വരാൻ സാധ്യതയുള്ള ഭാഗം ഏതാണ്? കാരണം പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിന് എക്സാക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്തില്ല? പാരാമീറ്റേഴ്സിന് സ്കോപ്പ് ഇല്ല. പാരാമീറ്റേഴ്സിന് ഉണ്ടെങ്കിൽ അത് എവിടെ ഉണ്ടാവുക? ജനറൽ സൊല്യൂഷൻ ഓഫ് Ax equal to 0 നമുക്ക് എന്തുണ്ടാവാൻ സാധ്യതയുള്ളത്? പാരാമീറ്റേഴ്സ് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ ഇതിനു മുമ്പത്തെ ഒരു തിയറം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. If A is an m by n matrix, then rank of A equal to number of leading variables in the general solution of Ax equal to 0, and nullity of A equal to number of parameters in the general solution of Ax equal to 0. അപ്പൊ നമ്പർ ഓഫ് പാരാമീറ്ററിനെയാണ് നമ്മളോട് പേര് വിളിച്ചിരിക്കുന്നത്? നള്ളിറ്റി എന്ന് പറഞ്ഞ് പേര് വിളിച്ചിരിക്കുന്നത്. അപ്പോ അപ്പൊ അതിനകത്തുള്ള എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട്, ആ പാരാമീറ്റേഴ്സിന്റെ എണ്ണമാണ് അവിടെ നള്ളിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേര് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയമെൻഷൻ തിയറം ഫോർ മാട്രിക്സിനകത്ത് എന്താന്നുള്ള കാര്യം നോക്കാം. അതിനകത്ത് പറയുന്ന കാര്യം റാങ്ക് എ പ്ലസ് നള്ളിറ്റി എ equal to number of columns in A എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അൺനോൺസ് എത്രയാണ്? n ആണ് ഉള്ളത്.
ഓക്കെ, അപ്പോൾ ഇവിടെ n ഈക്വൽ ടു റാങ്ക് എ പ്ലസ് നള്ളിറ്റി എ. ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെയുള്ള റാങ്ക് എത്രയാണ്? റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് 6 ആണ്. ആർ പ്ലസ് nullity of A equal to n, which implies nullity equal to n minus r. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ തിയറി പ്രകാരം nullity of A is equal to number of parameters in the general solution എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. Therefore, number of parameters in the general solution is nullity, which is equal to n minus r. അപ്പോൾ നമ്മുടെ തിയറം പ്രൂഫ് ആയി. Therefore, the number of parameters in the general solution of the system of equation ax equal to b is n minus r എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ കൺക്ലൂഡ് ചെയ്യാം. ഇനി ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ റിസൾട്ട് അല്ല, ഈ റാങ്ക് നള്ളിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, find the rank and nullity of the matrix given below and verify dimension theorem for matrices. മാട്രിക്സ് എഴുതുന്നു. 1 0 minus 2 0 0 minus 1 minus 1 1 minus 2 minus 3 1 3 1 1 minus 1 0 0 3 3 minus 4. ഇതാണ് തന്നിട്ടുള്ള മെട്രിക്സ്. അപ്പം നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം എ എന്ന് പറഞ്ഞ മെട്രിക്സിന് അടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ലീഡിങ് വൺസിനെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനേക്ക് റോ എഷലൺ ഫോമിലേക്ക് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് R1ൽ ഈ ഇവിടെ 1 വന്നിട്ടുണ്ട്, ബാക്കിയുള്ള ടേം 0 ആക്കാൻ വേണ്ടിയിട്ട് R1 R2 R3 R3ക്ക് ചേഞ്ചസ് വരുത്തണം. R3 ചേഞ്ചസ് ടു R3 പ്ലസ് 2R1. അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നോക്കാം. 1 0 0, ഞാൻ തേർഡ് റോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. 0 മൈനസ് 1 1 മൈനസ് 2 മൈനസ് 3 3 1 1 0 0 3 മൈനസ് 4. അപ്പോൾ R3 എന്ന് വെച്ചത് ബാക്കിയെല്ലാം എഴുതി. ഇനി R3 പ്ലസ് 2R1. അപ്പോൾ 2R1 എന്ന് പറയുമ്പോൾ 2 പ്ലസ് മൈനസ് 2 ദാറ്റ് ഈസ് 0. മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു 0 മൈനസ് 1. 1 പ്ലസ് മൈനസ് 4 ഈക്വൽ ടു മൈനസ് 3. മൈനസ് 1 പ്ലസ് 2 ഈക്വൽ ടു 1. 3 പ്ലസ് 2 ഇൻറ്റു 0 3. അപ്പോൾ നമുക്ക് അതങ്ങനെ കിട്ടി. ഇനി നമ്മുടെ അടുത്ത ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് കോളം നോക്കുന്നു. അതിൽ സെക്കൻഡ് റോയിലെ ഈ -1നെ നമുക്ക് എന്താവണം? ഈ -1നെ നമുക്ക് 1 ആവണം. ബാക്കിയുള്ള ടേമുകളൊക്കെ എന്തായിട്ട് മാറണം? 0 മാറണം. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2 എന്ന് പറയുന്ന ആളിനെ R2 ഈക്വൽ ടു -1 ഇൻറ്റു R2 അങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ R1നും വ്യത്യാസമില്ല. 1 0 -2 1 0
0നെ -1 വെച്ചാൽ മാറ്റങ്ങളൊന്നുമില്ല. -1നെ 1, ഇതെന്താവും 3 ആവും, -1 -3 ഇത്രയും മാറ്റങ്ങൾ വരുന്നു. ഇനി നമുക്ക് അടുത്ത പ്രശ്നങ്ങൾ ഇവിടെ -1 ഉണ്ട്, ഇവിടെ 1 വരുന്നുണ്ട്. അവരെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി ഇവിടെ R2 എന്ന് പറയുന്ന ആൾക്ക് ഓക്കെ -1 × R2 എന്ന് പറഞ്ഞ ചേഞ്ചസ് വരുത്തി. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? R3യിൽ ഈ ടേം എന്തായിട്ട് മാറണം? 0 ആയിട്ട് മാറണം. അപ്പോൾ R3യിൽ 0 ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വരുത്തേണ്ട ചേഞ്ച് എന്തൊക്കെയാണ്? R3നോട് R2നെ നമ്മൾ ആഡ് ചെയ്താൽ മതി. കാരണം ഇതിപ്പോൾ ഓൾറെഡി 1 ആയിട്ടുണ്ടാവും. അപ്പോൾ 0, 1 -1 എന്ന് പറയുമ്പോൾ 0, അതുപോലെ 3 -3 എന്ന് പറയുമ്പോൾ 0, അതുപോലെ -1 1 എന്ന് പറയുമ്പോൾ 0, -3 3 എന്ന് പറയുമ്പോൾ 0. ഇനി അടുത്തത് ഈ വഴിയുള്ള 1നെ എന്താക്കി മാറ്റണം? 0 ആയിട്ട് മാറ്റണം. അപ്പോൾ അതിന് R4 ചേഞ്ചസ് ടു R4 - R3. അപ്പോൾ 0 - 0 0, 1 - 1 0, 3 - 3 0, അടുത്തത് 0 -1 that is 1, -4 -3 -4 plus 3 that is equal to -1. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി അവസാനം നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ R3യും R4ഉം ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന എന്താണ്? 1 0 0 0 0 1 0 0 -2 3 0 0 1 -1 ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഈ 1 മുകളിലേക്ക് വരും. 1 0 ഇവിടെ വരുമ്പോൾ 0 -3 ഇന്റർചേഞ്ച് ചെയ്യുന്നു, -1 0. ഇങ്ങനെയാണ് നമുക്കതിനെ മാറ്റം വരുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റോ എഷ്ലോൺ ഫോം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പേര് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് റോ എഷ്ലോൺ ഫോം കിട്ടി. ഇനി ഇതിനകത്ത് ലീഡിങ് എലമെന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലീഡിങ് വൺസിന്റെ ഇതിനകത്തുണ്ട് ഫസ്റ്റ് ആണ്. ഇനി സെക്കൻഡ് റോയിൽ നോക്കുമ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് തേർഡ് റോ ആണ് വരേണ്ടത്. തേർഡ് റോ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബാക്കി രണ്ടും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ലീഡിങ് വൺസ്, ബാക്കി ഫ്രീ വേരിയബിൾ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്താണ്? റാങ്ക് എന്ന് പറയുന്നത് ലീഡിങ് വണ്ണിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതായത് നമുക്കിവിടെ 1 2 3 ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ഡയമെൻഷൻ തിയറം ഉപയോഗിച്ചിട്ട് റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് കോളം എന്ന് എടുക്കുകയാണെങ്കിൽ 3 പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു ഇവിടെ കോളംസ് എത്രയാണ്? 1 2 3 4 5 5 എന്ന് പറഞ്ഞിട്ട് കിട്ടുമായിരുന്നു. ദെൻ നള്ളിറ്റി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 - 3 = 2 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ വെരിഫൈ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ അല്ലാതെ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നള്ളിറ്റിയുടെ ഡെഫിനേഷൻ തന്നെ നമ്മൾ ഉപയോഗിക്കണം. അതായത് AX = 0 എന്ന് പറയുന്ന ഹോമോജനസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷൻ സ്പേസിന്റെ ഡയമെൻഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ സെയിം റോ എഷ്ലോൺ ഫോമുകൾ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ ആദ്യം ആ R എന്ന് പറഞ്ഞ മെട്രിക്സിനെ ഇപ്പോൾ എടുത്ത് എഴുതുന്നു. 1 0 0 0. ഓക്കെ, ബാക്കി 0 1 0 0 -2 3 0 0 1 -1 1 0 0 3 -3 -1 0. ഇത് A. ഇനി ഇവിടെ എത്ര എക്സുകളുണ്ട്? 5 കോളംസ് ആണുള്ളത്. അപ്പൊ നമുക്ക് അവിടെ എത്ര എക്സുകൾ ഉണ്ടാവും? x1 x2 x3 x4 x5. സൊല്യൂഷൻ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? 4 ഇക്വേഷൻസ് ആണുള്ളത്. അപ്പൊ 4 സീറോസ് കൂടെ വരുന്നു. 1 2 3 4. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ രണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത്? ആദ്യം x1 plus 0 x2 minus 2 x3 plus x4 plus 0 x5 equal to 0. 0 x1 plus
x2 plus 3x3 minus x4 minus 3x5 equal to 0. 0x1 plus 0x2 plus 0x3 plus x4 minus x5 equal to 0. 0x1 plus 0x2 plus 0x3 plus 0x4 plus 0x5 equal to 0. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് കോമ്പാക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? x1 minus 2x3 plus x4 equal to 0. അടുത്തത് x2 plus 3x3 minus x4 minus 3x5 equal to 0. x4 minus x5 equal to 0. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഫസ്റ്റത്തെ ഇക്വേഷനിൽ നിന്ന് x1 equal to 2x3 minus x4 എന്ന് പറഞ്ഞ് കിട്ടുന്നു. രണ്ടാമത്തതിൽ നിന്ന് നമുക്ക് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2 equal to minus 3x3 plus x4 plus x3 x5 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നു. അവസാനത്തിൽ നിന്ന് x4 equal to x5 എന്ന് പറഞ്ഞ് കിട്ടുന്നു. അപ്പോൾ ഇതിനകത്ത് ഫ്രീ വേരിയബിൾ ആരൊക്കെയാണ്? x1 കിട്ടണമെന്നുണ്ടെങ്കിൽ x3യും x4ഉം വേണം. പക്ഷെ അതിൽ x4 ഉണ്ടെങ്കിൽ x5 ഇവിടെ കിട്ടും. ഓക്കെ, x4 കിട്ടണമെങ്കിൽ ഇവിടെ x5 കറിഞ്ഞേ പറ്റൂ. ഇതിനകത്ത് x3യും x4ഉം x5 പറഞ്ഞാലേ കിട്ടൂ. x4 ഓൾറെഡി x5 എന്ന് കിട്ടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഫ്രീ വേരിയബിൾ എന്ന് പറയുന്നത് ഫ്രീ വേരിയബിൾസ് ആർ, ഇവിടെ പാരാമീറ്റർ ആക്കേണ്ട ആൾക്കാർ ഏതൊക്കെയായിരുന്നു? x3യും x5ഉം ആണ്. Therefore, number of parameters 2 ആണ്. Therefore, nullity of A എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഓൾറെഡി എന്ത് ചെയ്ത് കഴിഞ്ഞു? നമുക്ക് ഈ റാങ്ക് നള്ളിറ്റി തിയറം ഇവിടെ വെച്ചിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് എഴുതാനാണെങ്കിൽ നമുക്ക് ഇവിടെ x3 എന്ന് പറയുന്ന ആൾ ഫ്രീ വേരിയബിൾ ആണ്, ഒരു പാരാമീറ്റർ ആണ്, അയാൾക്ക് ഞാൻ r എന്നും, x5 എന്ന് പറയുന്ന ആള് പാരാമീറ്റർ ആണ്, ഫ്രീ വേരിയബിൾ ആണ്, അയാൾക്ക് s എന്നും പറഞ്ഞ് പേര് കൊടുക്കുവാണെങ്കിൽ x1 എന്ന് പറയുന്ന ആള് നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? x1 equal to 2x3. അപ്പോൾ 2r minus x4. x4ഉം x5ഉം എന്താണ്? സെയിം ആണ്. അപ്പോൾ x4ന് പകരം നമുക്ക് s എന്ന് പറഞ്ഞ് കൊടുക്കാം. അതുപോലെ x2 എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത്? മൈനസ് 3x3. x3 എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ മൈനസ് ആർ പ്ലസ് x4 എന്ന് പറയുന്ന ആള് എന്താണ്? നമുക്ക് x5ന് ഈക്വൽ ആണ്. x5 നമ്മൾ എടുത്തിരിക്കുന്നത് s ആണ്. അപ്പോൾ മൈനസ് ആർ പ്ലസ് എസ് ലാസ്റ്റ് പ്ലസ് 3x5. x5 എന്ന് പറയുന്നതും s ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ മൈനസ് 3 ഉണ്ടായിരുന്നു, അത് ഞാൻ മട്ടുപോയി. അപ്പോൾ മൈനസ് 3r പ്ലസ് 4s. അതുപോലെ x4 എന്ന് പറഞ്ഞ ആൾ ഇപ്പം എന്താണ്? x5 ആണ്. x5 എന്ന് പറഞ്ഞ ആൾ s ആണ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ x1, x2, x3, x4, x5 എന്ന ആളെ നമുക്ക് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം? 2r മൈനസ് s മൈനസ് 3r പ്ലസ് 4s. x3 എന്ന് പറയുന്ന ആൾ എടുത്തിരിക്കുന്നത് r, x4 എന്ന് പറയുന്ന ആൾ എടുത്തിരിക്കുന്നത് x5 തന്നെയാണ്, അത് s ആണ്. x5ഉം s. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ മുമ്പ് ചെയ്തിരുന്നത് പോലെ മാറ്റുവാണെങ്കിൽ r-നെ s-നെ സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിടുക. 2r 3r r 0 0 പ്ലസ് ഇനി s-ന്റെ ടേം മൈനസ് s 4s 0 1 1. which is equal to, ആദ്യത്തിൽ നിന്ന് r-നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2r ന്ന് r-നെ പുറത്തേക്ക് എടുക്കുന്നു. 2r ന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി 2, ബാക്കി മൈനസ് 3r 3 മൈനസ് 3 1 0 0. അടുത്തത് s പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആദ്യം മൈനസ്
-s ആണ് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് -1 വരും. 4s നിന്ന് 4 വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 ആണ്, 0 ലാസ്റ്റ് 1 1. അതിന് തൊട്ട് മുഖത്ത് സ്റ്റെപ്പിനകത്ത് എഴുതിയതിനകത്ത് ഇവിടെ 1s-നകത്ത് ഇവിടെ 1 അല്ല എഴുതേണ്ടിയിരുന്നത്, എന്ത് ആക്ച്വലി s എന്നായിരുന്നു എഴുതേണ്ടിയിരുന്നത്. അപ്പം ഇനി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിനകത്ത് 6 s ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ കോളം വെക്ടേഴ്സ് ആരൊക്കെയാണ്? ഇവിടുത്തെ കോളം വെക്ടേഴ്സ് ഇവിടെ ആരാണ്? ഈ കോളം വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് പേരുമാണ്. അപ്പൊ അതുകൊണ്ട് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഇൻ ദ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് സൊല്യൂഷൻ സ്പേസ് എന്ന് പറയുന്നത് 2 ആണ്. നള്ളിറ്റി ഓഫ് എ എന്ന് പറയുന്ന ആൾ എന്താണ്? അപ്പോൾ 2 ആണ്. അപ്പോൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഡയമെൻഷൻ നള്ളിറ്റി തിയറം വെരിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, കാരണം റാങ്ക് ഓഫ് എ ഈക്വൽ ടു 3യും നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ 3 + 2 = 5. ഇവിടെ ഉള്ള നമ്പർ ഓഫ് കോളംസ് എത്രയാണ്? 5 ആണ്. അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരത്തിന് ഭയങ്കരമായ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഉത്തരവാണത്. വാട്ട് ഈസ് ദി maximum possible rank of an m/n matrix matrix A that is not square. അതായത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m/n ആണ്. m-ഉം n-ഉം എന്തല്ല? ഈക്വൽ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഈ മെട്രിക്സിന്റെ റാങ്ക് മാക്സിമം ഏതുവരെ വരും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് റാങ്ക് ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റാങ്കിന്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ അത് പറയുന്നത് ദ കോമൺ ഡയമെൻഷൻ ഓഫ് ദ റോ സ്പേസ് ആൻഡ് ദ കോളം സ്പേസ് ഓഫ് എ മെട്രിക്സ് എ ഈസ് കോൾഡ് റാങ്ക് ഓഫ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഒരു കോളം സ്പേസിന് റാങ്ക് ഉണ്ടാവും, അതുപോലെ തന്നെ റോ സ്പേസിന് റാങ്ക് ഉണ്ടാവും. ഈ രണ്ട് റാങ്കും സെയിം ആകുമ്പോഴാണ് അതെന്ത് വരുന്നത്? റാങ്ക് ഓഫ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് m വരെയാണ് നമുക്ക് എന്തുള്ളത്? m റോസ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് മാക്സിമം വരാൻ പോകുന്നത് ഏതുവരെയാണ്? m വരെയാണ് വരിക. അതേപോലെ n കോളംസ് ഉള്ളത് കൊണ്ട് ഇത് മാക്സിമം വരാൻ പോകുന്നത് ഏതുവരെയാണ്? n വരെയാണ് വരണത്. നമ്മളെ സംബന്ധിച്ച് കോമൺ ആയിട്ട് വരേണ്ട ഒരാളാണ്. അപ്പോൾ കോമൺ ആയിട്ട് വരേണ്ട ഈ റാങ്കിനെയാണ് നമുക്ക് റാങ്ക് എ എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റുക. അപ്പോൾ സപ്പോസ് m = 5ഉം n = 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കോമൺ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ വരിക? ഇത് രണ്ടിനും കോമൺ ആയിട്ട് വരാവുന്ന നമ്പേഴ്സ് 1 2 3 4 5. 5 വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? മാക്സിമം 5 വരെയാണ് ഇത് വരാൻ പറ്റുക. കാരണം 6 എന്ന് കിട്ടുന്ന 6 റാങ്ക് ഉള്ള ഒരു കോളം സ്പേസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? റോ സ്പേസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ? ഇതിനകത്ത് ഈ കോളം സ്പേസിന്റെ റാങ്ക് എത്ര? റാങ്കിന് ഞാൻ n എന്നും റോ സ്പേസിന്റെ റാങ്കിന് ഞാൻ m എന്നും പറഞ്ഞ് പിടിക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ചെറുത് ആരാണോ അതാണ് മാക്സിമം നമ്മുടെ റാങ്കിന് ഉണ്ടാവാൻ പറ്റാവുന്ന വാല്യൂ. അതായത് ഇപ്പൊ ഇതിന്റെ റാങ്ക് ഇപ്പൊ n = 10ഉം m = 5ഉം എന്ന് പറഞ്ഞെടുത്തതിനകത്ത് വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ എന്ന് പറഞ്ഞ മെട്രിക്സിന് വരാൻ പോകുന്ന മാക്സിമം റാങ്ക് ഏതുവരെ വരാൻ പറ്റുള്ളൂ? 5 വരെ വരാൻ പറ്റുള്ളൂ. കാരണം 6 എടുത്തു കഴിഞ്ഞാൽ കോളം സ്പേസ് ആണ് അതിന് ഉണ്ടാവും, പക്ഷെ റോ സ്പേസിൽ ഉണ്ടാവില്ല. അപ്പൊ കോമൺ ആയിട്ട് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് 5ലും താഴെയാണെങ്കിൽ ഇവർ കോമൺ ആയിട്ട് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഐഡിയ ഉപയോഗിച്ച് നമ്മൾ ഇതിനെ ജനറലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റാങ്ക് ഓഫ് എ എന്ന് പറയുന്ന ആള് മാക്സിമം ഏതുവരെ വരാം? മിനിമം ഓഫ് n, m.
എന്നും എമ്മിലും ഏറ്റവും മിനിമം വാല്യൂ ഏതാണോ ആ വാല്യൂ വരെയാണ് എന്ത് വരാൻ പറ്റുക, റാങ്ക് ഓഫ് എന് വരാൻ പറ്റുക. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം പല സമയത്ത് നമ്മൾ റാങ്ക് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ ഒരു ടെക്നിക്ക് വളരെയധികം ഉപയോഗിക്കേണ്ട ആവശ്യം വരാറുണ്ട്. അടുത്ത സെഷനിലേക്ക് പോകാം. ദ ഫണ്ടമെന്റൽ സ്പേസസ് ഓഫ് എ മാട്രിക്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്ന വെക്ടർ സ്പേസ് വസ്തുത്തിൽ നമുക്കൊരു മാട്രിക്സ് ഉണ്ട്. അപ്പോൾ മാട്രിക്സിന് ഉണ്ടാവാവുന്ന സ്പേസുകൾ ഏതൊക്കെയാണ്? ഒന്ന് റോ സ്പേസ് ഉണ്ടാവാം, പിന്നെന്ത് വരാം, കോളം സ്പേസ് ഉണ്ടാവാം, പിന്നെന്തുണ്ടാവാം, നൾ സ്പേസ് ഉണ്ടാവാം. അപ്പോൾ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തുണ്ടാവും, റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് ഉണ്ടാവും, കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് ഉണ്ടാവും, നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് ഉണ്ടാവും. ഇനി ഈ എനെയും എ ട്രാൻസ്പോസിനും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണ്, റോ സ്പേസ് ഓഫ് എ എന്ന് പറയണതും കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും എന്താണ്, സെയിം ആണ്. അതുപോലെ കോളം സ്പേസ് ഓഫ് എ എന്ന് പറയുന്നതും റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, സെയിം ആണ്. പക്ഷേ നൾ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നതും നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിൽ നിന്നും ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യാം. ഇതിനെ മാത്രം സെലക്ട് ചെയ്തു. ഈ രണ്ടെണ്ണത്തിൽ നിന്നും ഇത് മാത്രം സെലക്ട് ചെയ്യാം. പിന്നെ ഇവർ കോമൺ ആയിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ രണ്ടുപേരും സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ 4 സ്പേസുകളാണ് നമുക്ക് എന്തായിട്ടുള്ളത്, ഒരു മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെന്റൽ സ്പേസസ് ആയിട്ടുള്ളത്. അപ്പോൾ ഫണ്ടമെന്റൽ സ്പേസസ് ആരൊക്കെയാണ്? ഫണ്ടമെന്റൽ സ്പേസസ് ആർ ഒന്നാമത്തെ ആള് റോ സ്പേസ് ഓഫ് എ, രണ്ടാമത്തെ ആള് കോളം സ്പേസ് ഓഫ് എ, മൂന്നാമത്തെ ആള് നൾ സ്പേസ് ഓഫ് എ, അവസാനത്തെ നാലാമത്തെ ആള് നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ്. ഇവരൊക്കെയാണ് ഫണ്ടമെന്റൽ സ്പേസ് ഓഫ് എ മെട്രിക്സ് എ എന്ന് നമ്മൾ പറഞ്ഞ് പേര് വിളിക്കുന്നത്. അടുത്ത തിയറത്തിലേക്ക് പോകാം. If A is any matrix, then rank A equal to rank A transpose. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രൂഫിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നു റാങ്ക് ഓഫ് എ ഈക്വൽ ടു n. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? റാങ്ക് ഓഫ് കോളം സ്പേസ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് റോ സ്പേസ് ഓഫ് എ ഈക്വൽ ടു n. അതായത് റാങ്ക് ഓഫ് കോളം സ്പേസ് ഓഫ് എക്ക് പകരം ഞാൻ എന്ത് എഴുതുന്നു, റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു റാങ്ക് ഓഫ് റോ സ്പേസിന് ഓഫ് എക്ക് പകരം ഞാൻ എന്ത് എഴുതുന്നു, കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു n. അതായത് എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ആളുടെ റോ സ്പേസും കോളം സ്പേസും ഈക്വൽ ആണ്, അത് n ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു n. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, റാങ്ക് ഓഫ് എ എന്ന് പറയുന്നതും വിച്ച് ഈസ് അപ്പോൾ ഇത് കോമൺ ആയിട്ട് നമുക്ക് ഇംപ്ലിക്കേഷൻ എന്താണ്, റാങ്ക് എ ഈക്വൽ ടു റാങ്ക് എ ഈക്വൽ ടു റാങ്ക് എ ട്രാൻസ്പോസ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനകത്ത് പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്.